ഹായ് ഹലോ നമ്മുടെ കൊടൈക്കനാൽ യാത്രയിലെ പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിവിടെ കവർ ചെയ്യുന്നത് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്, ഗുണ കേവ്, പില്ലർ റോക്ക് ഈ 3 സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലാണ്. നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൽ നിന്നും 5.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിപ്പെടും. വ്യൂ പോയിന്റിലോട്ടുള്ള നടപ്പാതയുടെ ഇരുവശങ്ങളിലുമായിട്ട് തുടങ്ങുന്നിടം മുതൽ അവസാനിക്കുന്നിടം വരെ ഒരുപാട് കടകളുണ്ട്. പലതരം സ്വീറ്റ്സ്, ചോക്ലേറ്റ്, ഫാൻസി ഐറ്റംസ് അങ്ങനെ തുടങ്ങി ബാഗുകൾ, ചെരുപ്പുകൾ വരെ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഒരു ചോക്ലേറ്റ് മേടിച്ചാൽ 2 ചോക്ലേറ്റ് ഫ്രീ, 4 ജോഡി കമ്മലിന് 100 രൂപ, അങ്ങനെ പല വിധത്തിലുള്ള അനൗൺസ്മെന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാനാകും. ഫുഡ് ഐറ്റംസ് ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഇവിടെ കിട്ടും. കുറച്ച് വഴി മാത്രമേ വ്യൂ പോയിന്റിലോട്ട് നടക്കാനുള്ളൂ എങ്കിലും ആ ഒരു വഴി മുഴുവൻ ഇതേപോലെ കടകളായതുകൊണ്ട് എന്താണെങ്കിലും ആർക്കും ബോറടിക്കുകയൊന്നുമില്ല. അങ്ങനെ ഈ കടകളെല്ലാം താണ്ടി നമ്മൾ താണ്ട വ്യൂ പോയിന്റിലെത്തി. 5000 അടിയോളം താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വ്യൂ പോയിന്റ് പണ്ട് അറിയപ്പെട്ടിരുന്നത് സൂയിസൈഡ് പോയിന്റ് എന്നാണെന്നും ഇവിടെ ഒരുപാട് ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്നുമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ ഇവിടെ ആദ്യമായിട്ട് അപകടത്തിൽപ്പെട്ടത് ഒരമ്മയും കുഞ്ഞുമാണ്. അതിനുശേഷം ഇവിടെ വന്ന് സൂയിസൈഡ് ചെയ്ത ആളുകളുടെ എണ്ണം കൂടിയതിൽ പിന്നെയാണ് ഇവിടെ കമ്പിവേലി സ്ഥാപിച്ചത്. അപ്പോൾ ഇനി സൂയിസൈഡ് ചെയ്യാനായിട്ട് ഇനി ഇങ്ങോട്ട് ആരും വരണ്ടല്ലോ. അപ്പോൾ അതാ ഇവിടെയും കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോണാണെങ്കിൽ ഇവന്മാർ തട്ടിക്കൊണ്ട് കൊണ്ട് മുറുക്ക പിടിച്ചേക്കുവാണ് കേട്ടോ. നല്ലപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വ്യൂ പോയിന്റ്. അപ്പോൾ ഓരോ സമയത്തിനനുസരിച്ച് ഇത് മാറ്റപ്പെടും. നമ്മൾ വന്ന ടൈമിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു, പക്ഷേ ഇതിലും കൂടുതലും മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ വ്യൂസ് ഒട്ടും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയങ്ങളിലാണ് കൂടുതലും ഇവിടെ വ്യൂവേഴ്സ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലെ കാഴ്ചകളും പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ വിട്ടടിച്ചത് പില്ലർ റോക്കിലോട്ടാണ്. കൊടൈക്കനാൽ ആയതുകൊണ്ടും ഇതേപോലെ ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടും തന്നെ നമ്മൾ എവിടെ ചെന്നാലും കൊടൈക്കനാലിൽ നല്ല തിരക്കായിരിക്കും. അത് കണക്ക് തന്നെ പില്ലർ റോക്കിലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പില്ലർ റോക്കിൻ്റെ ഒരു വ്യൂ. ഇവിടെയും നല്ല മഞ്ഞായിരുന്നു. 400 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പില്ലർ റോക്സിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രണയകഥയൊക്കെ ഇപ്പം എല്ലാവർക്കും മനപ്പാടായിരിക്കുമല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. മെയിൻ റോഡിൽ നിന്ന് പില്ലർ റോക്കിലോട്ട് ഇറങ്ങാനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. പിന്നെ മെയിൻ റോഡിൽ നിന്ന് കാണാവുന്ന കാഴ്ചകൾ മാത്രമേ ഇറങ്ങിയാലും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കൂടുതലായിട്ട് കാണാനും ചെയ്യാനും എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഇറങ്ങിയാലാണല്ലോ നമുക്ക് അത്രയും അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ 3 ആനക്കുട്ടന്മാരെ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുക തന്നെ വേണം. അപ്പോൾ ഇവന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റ് സ്ഥലങ്ങളിലെ പോലെ തന്നെ ഇവിടെയും നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് ഒരുപാട് കടകൾ കാണാൻ പറ്റും. ഊട്ടിപ്പൂ വരെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കഴിയും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഗുണ കേവിലോട്ടാണ്. ഞങ്ങൾ കുറച്ച് പേര് ഓൾറെഡി ടയേർഡായിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നതിനാൽ ഗുണ കേവിലെ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് വീഡിയോ പകർത്തിയത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. നടന്ന അപകടങ്ങളുടെ പേരിൽ പ്രസിദ്ധമായ ഗുണ കേവിൽ 2016 കണക്കനുസരിച്ച് 16 പേരുടെ തിരോധാനം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കേട്ടോ നമുക്കറിയാൻ സാധിച്ചത്. ഗുണ കേവ് എന്ന് മനസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അതിന് മുന്നേ 1991 നമ്മുടെ കമലഹാസൻ ചിത്രമായ ഗുണ ഈ പേരിലോട്ട് തന്നെ നയിച്ചതാണെന്ന് കേട്ടോ പറയപ്പെടുന്നത്. വിസിറ്റേഴ്സിന്റെ സേഫ്റ്റി അനുസരിച്ച് തന്നെ ഗുഹയിലോട്ടുള്ള എൻട്രി നിശബ്ദമാണ് കേട്ടോ. നമുക്കിങ്ങനെ നോക്കി കാണാവുന്നതേ ഉള്ളൂ. എങ്കിലും അത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. പൈൻ മരങ്ങളുടെ ഇടയിലൂടെ നടന്ന് നമ്മൾ ഗുണ കേവിലെത്തുമ്പോൾ ഇതേപോലെ വലിയ മരങ്ങളുടെ വലിയ വേരുകളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന കുറേ ആളുകൾ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. കൊടൈക്കനാലിൽ നമ്മൾ വിസിറ്റ് ചെയ്ത ഓരോ സ്ഥലങ്ങളും കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും ഇനി ഇടാൻ പോകുന്ന വീഡിയോയിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്താണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.